സാമ്പാർ സാമ്പാർ ഷീന സാമ്പാർ വന്നടി. സാമ്പാർ വെള്ളം സാമ്പാർ വെള്ളം. എടാ മുരളി, നീ വിളമ്പിൽ നിർത്തി ഭക്ഷണം കഴിച്ച് പിന്നെ കഴിക്കാപ്പോ. നീ ഇന്നലെ പോലെ ഒന്ന് കഴിച്ചില്ല, ഞാൻ കാണണല്ലോ. ആ ഇനി നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കണമെങ്കിൽ ഇവൾക്ക് കുട്ടി ഉണ്ടായിട്ട് വേണം. ഇരിക്കേ ഞാനല്ലേ പറയുന്നത്. ഞാൻ പിന്നെ ഇരിക്കാം. മോൻ ഇതൊന്ന് പിടിച്ചേ, വന്നിരുന്നേ ഇരിക്കേ. നമ്മുടെ കുടുംബത്തിലെ പയ്യനാ, മിടുക്കനാ, ഭയങ്കര അധ്വാനിയാ. ആരാന്നറിയോ? കൈമൾ സാറ് ഗാന്ധിയനാണ്. ദണ്ഡയാത്രക്കൊക്കെ പോയിട്ടുണ്ട്. അവിടുത്തെ കാലത്ത് കുട്ടികൾക്ക് അച്ചടക്കൊന്നും കാര്യമില്ല. ഇല്ലാന്നേ, ഒട്ടുമില്ല, വിനയമില്ല. തീരെ. ഇതിനൊക്കെയാണ് ഗാന്ധി യോഗ പഠിക്കണോ. ഞാൻ യാഥാഭാശ്രമത്തിൽ മഹാത്മജിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. സത്യം പറയട്ടെ, നമ്മളെ കാണുമ്പോ ആ ഒരു ചൈതന്യവും ആ ഒരു ശാന്തിയും ഒക്കെ വഴിഞ്ഞൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഈശ്വരാ. കുറച്ച് വെള്ളം ചുരുതാ നീ. ഒരു ഗാന്ധിനെ കൊണ്ട് ആരാ മദ്യം നീനെ കണ്ടിട്ട് ഈ ദേശസ്നേഹികളെ ബഹുമാനിക്കാത്ത തെണ്ടികളായിട്ട് നമുക്കൊരു ബന്ധം കണ്ട. ഇത്ര ആദർശവാനായ ഒരു മനുഷ്യൻ ഇന്നേ വരെ ജീവിതത്തിൽ പച്ചവെള്ളം പോലും ചവച്ചടിച്ചു കുടിക്കാത്ത ആദർശവാനായ ഈ ഗാന്ധിയെ അവഹേളിച്ചില്ല. ഒരു നിന്റെ അച്ഛനോട് കൊടുക്കണം. ഈ ഗാന്ധി ടീച്ചർ പറഞ്ഞൊന്നൊക്കെ ഓർമ്മയുണ്ടോ ക്ലാസ്സിൽ? ഇല്ല അമ്മേ, നീ പിന്നെ എന്താ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്? ഏത് ചോദ്യം പറഞ്ഞുതരാം, ഉത്തരം മാത്രം എഴുതിയാൽ മതി. വാട്ട് ഇസ് പൊല്യൂഷൻ? ഓ, ഇതെന്തെന്നപ്പോ ഇവിടെ IAS പഠിക്കുന്നു, രാത്രി മുഴുവൻ എടുത്ത് പഠിപ്പിക്കാൻ. വിനു വിനു പുസ്തകത്ത് നോക്കി എഴുതി. വിനു എന്തേലും ഉറങ്ങിയില്ലേ? നേരത്തെ പോയാ കോഴിയൊക്കെ രണ്ടാമത്തെ ചോദ്യം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. ഒരു സെക്കൻഡ്, പാട്ട് പാടല്ലേ? മുരളി ഒന്ന് വിളിച്ചു നോക്കാം, എടുത്താ മതിയായിരുന്നു. ആ മുരളിയെ, എടാ മോനെ, ഞങ്ങൾ 5 മിനിറ്റിനകം എത്തും. നീ റെഡിയല്ലേ? ആ അതെ, 5 മിനിറ്റ്, 5 മിനിറ്റിനകം എത്തും കേട്ടോ.
റെഡിയായി നിൽക്കണേ. ചേച്ചിയെ മുരളിയേട്ടനുണ്ടോ എവിടോ? എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപയും മേടിച്ച് പോയിട്ട് ഒരാഴ്ചയായി. ഇപ്പം മനുഷ്യൻ്റെ അഡ്രസ്സ് ഇല്ല. മോൻ്റെ ഫീസ് അടക്കാനുള്ള പൈസയാണ്. മുരളിയേട്ട കാശ് തന്നിട്ട് പോ. മുരളിയേട്ട നിങ്ങൾ പറഞ്ഞിട്ട് പോ. കാശ് ചോദിച്ചു വന്നത് മുരളിയേട്ടാ, നിങ്ങൾ രാവിലെ തന്നെ കുടിച്ചിനാ? ഇതെന്തും മണാന്ന്. ഞാൻ കഴിച്ചില്ലപ്പാ. ഇത് ഇന്നലത്തേന്ന് സംഭവം പാച്ചേനെ ഇറക്കത്തിൽ തന്നെയാ വീട്. അതല്ലാന്ന് സാധനം അവിടെന്ന്. ഇയാളെന്തെന്നാടോ ഈ എടാ പറയുന്നത്? മുരളി, നീ എന്തിനാടാ വെപ്രാളപ്പെടുന്നത്? പെണ്ണ് കാണൽ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെലവ് നമ്മുടെ അബിയുടെ അല്ലേ? ഇത് മൊത്തം കൊടാക്കും കേട്ടാ. അതല്ലപ്പാ, രണ്ടര അടിച്ചിട്ട് പോയാല് ഒരു ഗുമ്മുണ്ടായനെ. ഭയങ്കര കുമ്മ. ഓളുടെ നാളെന്താ? ആടെത്തിട്ട് ചോദിക്കാടോ. നീ ധൃതി വെക്കല്ലാന്ന്. നീ ആടെ ചെന്നിട്ട് വെറുതെ ഡയലോഗ് അടിച്ച് കണ്ടത് പെട്ടെന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ വില പോവും. നിങ്ങൾ എന്തെന്നാ കാണിക്കുന്നപ്പാ? ഷർട്ട് ചുളിക്കല്ല. അല്ല മുരളിയേട്ടാ, നിങ്ങൾക്ക് നല്ലൊരു കുപ്പായ ഇട്ടൂടെ? എന്നെ കാരണം നോക്കല്. അത് ശരിയാ. നിങ്ങളെ എത്രയായി ഡീസന്റ്? എങ്ങനെയാണപ്പോ തുറക്കല്? ഇറങ്ങി ഇറങ്ങി വേഗം. ലേറ്റ് ആയി എന്നാ തോന്നുന്നു. പഴയ വേഗം വാ. വലിയ വൃത്തിയും മണിയൊന്നും കാണുന്നില്ല. വാടാ. ലേറ്റ് ആയല്ലോ. എന്നാ പറ്റി, വഴി തെറ്റിയോ? കറക്റ്റ് ടൈമല്ലേ? ഞാൻ ലേറ്റ് ആയെന്നാ പറഞ്ഞേ. എനിക്ക് അച്ഛൻ്റെ മീറ്റിംഗ് ഉള്ള. അതെ, ചായ എടുത്തോ. ഇരുന്നോ ഒന്ന് സ്വീകരിച്ചിരുത്ത. നീ കള്ളിന്റെ കാര്യം ഉണ്ട് കേട്ടാ. പകുതി വെച്ച് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കുടിച്ച് തീർക്കാൻ സമയം എടുക്കും. ഓ ഭാഗ്യം, ചൂടില്ല. അല്ല ഊതി കുടിച്ചോണ്ടിരിക്കും. അതെ, ഈ താലപ്പൊലി ഒന്നും വേണ്ട, പിക്ചർ മാത്രം എടുത്താൽ മതി. എടുത്തോ, മതി മതി, എടുത്തോ. എനിക്ക് വേണ്ട. എല്ലാവരും അങ്ങനെ തന്നെ ആണോ? എനിക്ക് വേണം. ഇങ്ങോട്ടാ പിക്ചർ. ആ, അല്ല ഓക്ക് എന്തെങ്കിലും എന്നോട് ചാൻസ് എടുക്കണ്ട. അതാ നല്ലത്, അതാ നല്ലത്. അതെ, എനിക്കൊന്ന് ആലോചിക്കണം. എനിക്കൊരു ദിവസം സമയം വേണം. ഞാൻ ബ്രോക്കറോട് പറഞ്ഞോളാം. നിങ്ങൾ ഇരിക്കേ, സമാധാനമായിട്ട് കുടിച്ചിട്ട് പോയാൽ മതി. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. പ്രഭാതാ വാ, ജോലിക്കാരിയാ. ശരി. എന്ത് പോക്കാന്നപ്പാ? അല്ല മുടിയാടിക്കളിക്കണ പെണ്ണേ, മുടിയാടിക്കളിക്കണ പെണ്ണേ, മുടിയാട്ടം തറയിലെത്തിയ കാര്യക്കാരും കുറച്ച് ചേട്ടാ, കുറച്ച് ചാറ് വരുവാ. ഓക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും. നീ കുടിക്കുകയില്ല വലിക്കുകയില്ല ഞാൻ തട്ടി വിട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ അത് തുറന്നു വെക്കല്? കച്ചറൊന്നുമല്ലപ്പാ. കുറച്ച് ചാറ് വെച്ചിട്ട് അതെ, കുറച്ച് ചാറ്, കുറച്ച് മതി. കുറച്ച് ചാറില്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ കടയിലല്ലോ ചോദിച്ചോ. കുറച്ച് ചാറല്ലപ്പാ. നിന്നോടല്ലോ ചാറില്ലെന്ന് പറഞ്ഞു. അതൊന്നും ചാറില്ലാത്തത്. ഇവിടെ ചാറില്ല, ഫുൾക്കറി മേടിച്ചാ മതി. അത് പിന്നെ നിങ്ങൾ തുറന്നു വെക്കുക. കുറച്ച് ചാറ് ചാറ് തരാൻ പറ്റൂല, നീ വേണേ കറി മേടിച്ചു തന്നെ. ആരണ്ടാ ചൊറയാക്കല്? നമുക്ക് മറ്റേ ഷാപ്പിൽ പോവാം. നമുക്ക് പോവാം. തല്ലില്ലാത്ത ഷാപ്പ് പൈസ എടുത്തില്ല. ഇന്ന് എല്ലാം ചാവാന്നിരിക്കും. ചില്ലറ ഇല്ല, എവിടെ കിട്ടും? അവിടെ എല്ലാം ചോദിച്ചു നോക്കിയാ. ചിരി കണ്ടാ അറിയാം അടിക്കൂല. ഏട്ടാ, ചേഞ്ച് ഉണ്ടാ? അമ്മാവൻ നോക്കടാ. ഇതാണോ വലിക്കാത്ത കുടിക്കാത്ത പയ്യൻ? അതിന് നിങ്ങൾ ഉണ്ടാവുന്ന നമ്മളറിയാം. അറിഞ്ഞിട്ട് വേറെ പോയിരുന്നു അല്ലേടാ? അപ്പൊ നാളെ വിളിക്കാം. വേണ്ട, വിളിക്കണമെന്നില്ല. അതും പോയി. വാടാ വാടോ. എന്തുവാടാ പണി ചെറുങ്ങനെ അതും മുടങ്ങി. ചേഞ്ച് ഇല്ല. എന്താ ഈടാണ് നിങ്ങളുടെ അർജന്റ് മീറ്റിംഗ്? നിങ്ങളാളെ കണ്ടപ്പോഴേ എനിക്ക് തിരിഞ്ഞു. നിങ്ങൾ നമ്മളാളാണ്. രണ്ട് കള്ള്. നിങ്ങൾ എനിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം എന്നറിയാം? നിങ്ങൾ ഇതൊക്കെ പൊലിക്കും. ഇത് ശരീരത്തിന് കേടാന്ന്. ചേട്ടാ 2 കുപ്പി കള്ള്. എന്തോ ചേട്ടാ കള്ള്. കള്ളോ?
ഇതെന്താ കള്ളുഷാപ്പല്ലേ? ഇത് കള്ളുഷാപ്പൊക്കെയാ, പെണ്ണുങ്ങൾക്ക് കള്ളില്ല. അതെന്താ? നിങ്ങളുടെ കൂടെ ആണുങ്ങളുള്ളവരുണ്ടോ? ചേട്ടാ ആണുങ്ങളില്ല, പക്ഷെ ഞങ്ങൾ 5 പേരുണ്ട്. നിങ്ങൾ 5 അല്ല 10 പേരുണ്ടെങ്കിലും പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ കള്ളു കുടിക്കുകയില്ല. ചേട്ടാ അങ്ങനെയൊന്നും പെണ്ണുങ്ങൾക്ക് കള്ളില്ലാന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്താണേലും കാര്യമില്ല, ഇവിടെ കള്ളില്ല. ചേട്ടാ നമ്മള് കുറെ ഷാപ്പൊക്കെ കണ്ടിട്ടുള്ള. ആയിക്കോട്ടെ, ഈ സ്ഥലം അത്ര നല്ലതല്ല. നിങ്ങൾ വീട്ടിൽ പോയി പോകാൻ പറഞ്ഞു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തടിമാറണമെന്ന് വിചാരിച്ചിട്ട്. ഇതിന് മാത്രമൊക്കെ ഇതാക്കുന്നത്. നിങ്ങളെന്തിനാണ് ഓൻ പേടിപ്പിക്കുമ്പോൾ പേടിക്കാൻ നിൽക്കുന്നത്? ചേട്ടാ കള്ളു തരില്ല എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യാ? പൈസ ഉണ്ടോ? പൈസ ഉണ്ട്, ആണില്ല. ചേട്ടന്റെ പേരെന്താ? മുരളി നമ്പി. നമ്മളെ പിള്ളേരാണ്. നിങ്ങളെന്തിനാണ് എൻ്റെ പേരൊക്കെ ചോദിക്കരുത്? കള്ളു കുടിക്കാൻ. എൻ്റെ പേര് കുടിക്കാനല്ലേ. ഇരിക്കാം. ചേട്ടാ ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുവാ. ഈ ഷാപ്പിൽ കള്ളു മാത്രമേ കിട്ടൂ? വേറെന്തൊക്കെയാ സ്പെഷ്യല്? ഇവിടെ കള്ളു മാത്രമൊന്നുമല്ല, നല്ല കപ്പയുണ്ട്, മത്തിക്കറി ഉണ്ട്, പാട്ടുണ്ട്. പിന്നെ മാഷേ, ഇത് നമ്മുടെ പിള്ളേരാണ്. ഇതാണ് ഞങ്ങളുടെ താടിയില്ലാത്ത വിശ്വാസമാണ്. ഭയങ്കര പാട്ടാണ്. മാഷ നമ്മളെ പാട്ടൊന്നും പാടി പോടി. ആടെ PTA മീറ്റിംഗാ, അല്ലാണ്ട് ക്ലാസ് ടീച്ചറായിട്ടുള്ള മീറ്റിംഗ് ഒന്നും അല്ല. പോടി. എൻ്റെ മോളുടെ കൂടെ നന്നായിട്ട് പോയി നോക്കല്ലേ എന്നെ. അയ്യോ ചെരുപ്പ് പോലുള്ളപ്പാ. അത് അച്ഛൻ്റെ ചെരുപ്പാണ്. പിന്നെ കുപ്പായാലും കടയിൽ നിന്ന് വല്ലതും മേടിക്കണം. സൈക്കിൾ പോകണം, നടന്നു പോകണം. ഞാൻ പിടിക്കാച്ചാ. പിന്നെ നീ നല്ലോണൊക്കെ പഠിക്കുവോ അതോ അടുത്ത സാറുമാരുടെ മുമ്പിൽ നീ എന്നെ നാറ്റിക്കുവോ? ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാ. എനിക്കറിയാം. നീ 6 A B പഠിക്കുന്നു? എന്റെ അച്ഛ ഞാൻ 5ലാ, 5 A. അച്ഛൻ മീറ്റിങ്ങിന് മുമ്പ് തന്നെ ഇരിക്കണേ. പിന്നല്ലാണ്ട് കുഞ്ഞു ക്ലാസിന്റെ ഫസ്റ്റ് അല്ലേ? ഫസ്റ്റിന്റെ അച്ഛൻ ഫസ്റ്റ് തന്നെ. ബിരിയാണി ഞാൻ വേമര. അച്ഛവിടെ പോന്നു? എനിക്ക് കൃഷിഭവന്റെ ഒരു ഒപ്പിടാൻ. അച്ഛ 11 മണിക്കാ. ഞാൻ വേമര കയറിക്കോ. എന്നല്ലോ തന്നെ വീട്ടിലെ കുറിച്ച് എടോ മാഷത്തല്ലേ കേസ് വേറെയാ. കേസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിള്ളേരെ കൊല്ലം കൊണ്ടുവന്ന് മുട്ടടിച്ച് നാടൻ കളിപ്പിക്കും, എന്നിട്ട് വല്ല പ്രൈസ് കിട്ടും. അതുമില്ല, അതൊക്കെ അവിടെ കിട്ടും. ഇവർക്ക് കൊല്ലത്തിൽ കിട്ടുന്ന ഫണ്ടെല്ലാം എവിടെയാ പോകുന്നത്? ഈ തറയെന്നെ കണ്ട പൊട്ടി പൊളിഞ്ഞിട്ട് അതിനകത്ത് ആടിയടിയെല്ലാം പാമ്പെല്ലാം ഉണ്ടാവും, അറിയാലോ. അതിനൊക്കെ കൂട്ടിയിട്ടാണ് ഓടിട്ടൊന്ന് പൊട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രസാദ്, നമ്മളായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ദോഷം നമ്മളെ മക്കൾക്ക് തന്നെയാണ്. മനസ്സിലായില്ലേ? അതല്ല മാഷ ഞാൻ പറയുന്നത്. നമ്മൾ മക്കളെ വിശ്വസിയുടെ അയക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവർ നോക്കുന്നല്ലേ. അച്ഛൻ വന്നിട്ട് ഇതുവരെ? അല്ല, അച്ഛൻ ഇപ്പൊ വരുന്നുണ്ട്. അച്ഛൻ വന്നോളൂ, പ്രാർത്ഥന ചൊല്ലാനല്ലേ. മോള് വാ, വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കുമല്ലോ. പുലരിയിലച്ഛൻ്റെ തൊടുവിരലെന്ന പോൽ തൊട്ടുണർത്തുന്നു തൂവെട്ടം. ഉലകിൻ്റെ ഓരോരോ ചെറുമണിത്തരയിലും മിന്നിത്തൊടിക്കുന്ന സത്യം. നമ്മിലോ നന്മയായ അമ്മ തൻ സ്നേഹമായി അൻപോടു ചേരുന്നു നിത്യം നിത്യം. പൂവനമീ മനമായിടാൻ പാവന ചിന്തകളേകേണം. തൂമൊഴി നാമ്പുകൾ നാത്തുമ്പിൽ തോന്നുവാൻ ആത്മാവിൽ വാഴേണം. അഴലിൻ്റെ ഇരുൾ മുകിലമായ്ക്കും മായ വാനമഴവിൽ പൊരുളു നീയേ. വിശ്വവിഹായസിൻ സാരം
സർവചരാചരഗീതം. എന്താ മിന്നോ? എനിക്ക് പഴയ ടേബിൾ മതി. ഇത് നല്ലതല്ലേ? അപ്പുറത്തെ വീട്ടിൽ കൊടുക്ക. വേണ്ട. കുഞ്ഞു പഠിക്കണ മേശ വരെ കൊണ്ടുപോയി വിറ്റ് കുടിച്ചോന്. സൂക്ഷിച്ചോ, നിന്നെയും കൊണ്ടുപോയി വെക്കും. ചക്ക മേടിക്കാൻ പൈസ ഉണ്ടോ? ഓർമ്മ മോളെ ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടെന്ന് വാ 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 ബിരിയാണി കഴിക്കാം. ഓളെ വിളിക്കേ ഓളെ വിളിക്ക ഓളെ വിളിക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം. ഇത് നല്ല ബിരിയാണി ആണെന്നില്ലേ? കവറിന് അവിടെ നിന്നാണ് മഴമാണ്. അവിടെ വെക്കാം. അമ്മയുടെ ഉറങ്ങണോ? അമ്മയുടെ ഉറങ്ങണോ? എന്ത് നോക്കല് നല്ലതാ മതി. മുട്ട നീ വെച്ചോ. ഉപദ്രവിക്കാതെ മാറിയിരിക്കും. എന്തൊന്നും ഉപദ്രവിക്കില്ല. ഞാൻ ബിരിയാണി കഴിക്കുക. ഞാൻ തമ്മിൽ കഴിക്കൂട്ടോ. ഇനി മേലാൽ എന്റെ മേത്ത് കൈവച്ച കെട്ടി കൊണ്ടുവന്നപ്പോ തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങോട്ട്. എന്റെ കുട്ടീന്റെ കാര്യത്തിൽ ഇടപെട്ട കൊല്ലും ഞാൻ നിങ്ങളെ. തനിക്കൊക്കെ ഒരു വിചാരമുണ്ട്, കുടിച്ചിട്ട് വന്ന് വീട്ടിൽ കയറി വന്ന മെക്കട്ടി തരാത്. തിരിച്ച് കിട്ടുന്ന തോന്നിയാണ്ടല്ലോ താനൊക്കെ നിർത്തിക്കോളും. നിർത്തിക്കും ഞാൻ. എൻ്റെ ഭാര്യ കടിക്കാം. നിനക്ക് കൊണ്ടുവന്നോ? ഞാൻ അച്ഛനല്ലേ അല്ലേ?
അമ്മേ മിന്നുന്റെ മാല. പോയി പിടിക്കടി. അടക്ക് മോടെ മാല ഉണ്ട്. മോടെ മാല അമ്മ ഇവിടെ എന്നെ കൊല്ലാൻ നോക്കുന്നത്. നിങ്ങളെ കൊല്ലാൻ നോക്കട്ടെ. ഞാൻ ചത്തോണ്ട് ഞാൻ ചത്ത നിനക്ക് ഞാൻ ചത്താ നിനക്ക് സമാധാനാവൂല. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു. നിങ്ങളിവിടെ എന്നെ അടിച്ചിരിക്കുന്നു. അറിയോ നിനക്ക്? അറിയാതാണോ നിനക്ക്? ഞാൻ ചത്ത നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനാവൂല. നിങ്ങൾക്കും ഞങ്ങൾക്ക് തന്തക്കെല്ലാവർക്കും. ഞാൻ ആ മാലയുടെ വട്ടക്കണ്ണി ശരിയാക്കാൻ കൊടുക്കാൻ പോയതാണ്. നിനക്ക് എന്നെ കൊല്ലണോ അല്ലേ? കെട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ജയിച്ചിരിക്കില്ല. നീ എന്നെ കുത്തിടാൻ നോക്കണ്ട. ഞാൻ ചാവും. ചാൻ പോകുമ്പോഴാണ് നീ ചമ്മന്തി അറിയണല്ലേ?